ഇറാൻ അമേരിക്കൻ സംഘർഷത്തിൽ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഹോർമുസ് കടലിടുക്കിലേക്ക് മാത്രമല്ല കേട്ടോ, മറിച്ച് ഇറാൻ സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായ കാരിച്ച് ദ്വീപിലേക്ക് കൂടിയാണ്. US-ഉം ഇസ്രായേലും ചേർന്ന് ഇറാനിൽ 5000-ലധികം കേന്ദ്രങ്ങൾ ആക്രമണം നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ഈ നിർണായക കേന്ദ്രം ഇപ്പോഴും സുരക്ഷിതമായി തുടരുന്നത്? ഈ ചോദ്യത്തിന് പിന്നിൽ ആഗോള സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കാൻ ശേഷിയുള്ള ചില യാഥാർത്ഥ്യങ്ങൾ പതുങ്ങിയിരിപ്പുണ്ട് എന്നതാണ് കാരണം. എന്താണ് കാരിച്ച് ദ്വീപിന്റെ പ്രത്യേകത? ഇറാനിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന എണ്ണയുടെ 90% നിയന്ത്രിക്കപ്പെടുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. ഇറാൻ തീരത്ത് നിന്നും 25 കിലോമീറ്ററിലേറെ അകലെയുള്ള കാരിച്ച് ദ്വീപിലാണ് രാജ്യത്തെ എണ്ണപ്പാടങ്ങളിൽ നിന്നുള്ള പൈപ്പുകളിൽ മഹാഭൂരിപക്ഷം അവസാനിക്കുന്നതും. ഇവിടെ വെച്ചാണ് കപ്പലുകളിലേക്ക് എണ്ണ കയറ്റി പോകുന്നതും. അമേരിക്കൻ കമ്പനിയായ ആമോക്കോ സ്ഥാപിച്ച പൈപ്പ് ലൈനുകൾ 1979-ലെ വിപ്ലവകാലത്ത് ഇറാൻ പിടിച്ചെടുക്കുകയായിരുന്നു. ഇറാൻ തീരങ്ങളിലേറെയും കപ്പലുകൾ അടുപ്പിക്കാനാവാത്ത വിധം ആഴം കുറഞ്ഞതോ എക്കൽ നിറഞ്ഞതോ ആണെങ്കിൽ കാരിച്ചിലെ കാര്യം അങ്ങനെയല്ല കേട്ടോ. ശരാശരി 13 ലക്ഷം മുതൽ 16 ലക്ഷം വരെ എണ്ണ പ്രതിദിനം ഇവിടെ നിന്നും കയറ്റി പോകുന്നുണ്ട്. കൂടാതെ 1.8 കോടി ബാരൽ എണ്ണയുടെ കരുതൽ ശേഖരം ഇവിടെ തന്നെയുണ്ട്. ചുരുക്കത്തിൽ ഇറാൻ സമ്പദ് വ്യവസ്ഥയുടെ ഹൃദയം തുടിക്കുന്നത് ഇവിടെ നിന്നു തന്നെയാണ്. US-ഉം ഇസ്രായേലും ചേർന്ന് ഇതിനകം ഇറാനിലെ എണ്ണ സംസ്കരണശാലകളും ഡിപ്പോകളും ആക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ആക്രമണത്തിൽ തലസ്ഥാന നഗരം പോലും കറുത്ത പുകയാൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ കാരിച്ച് ദ്വീപിന് നേരെ അവർ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിന്റെ കാരണം വ്യക്തമാണ്. കാരിച്ച് തകർന്നാൽ ആഗോള വിപണിയിൽ എണ്ണവില നിയന്ത്രണാതീതമായി കുതിക്കും. നിലവിൽ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞതോടുകൂടി തന്നെ ബാരലിന് $20 വർദ്ധിച്ചിട്ടുണ്ട്. കാരിച്ച് കൂടി ആക്രമിക്കപ്പെട്ടാൽ $100 എന്ന നിലയിൽ നിന്നും $150 കടന്ന് കുതിക്കുമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ഈ പ്രതിസന്ധി ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങില്ല കേട്ടോ. ഇറാനിൽ നിന്ന് മാത്രമല്ല, സമീപത്തുള്ള ഇറാഖിൽ നിന്ന് പോലും പ്രതിദിനം 35 ലക്ഷം ബാരൽ എണ്ണയുടെ കയറ്റുമതിയാണ് ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്നത്. US പ്രതിരോധ സെക്രട്ടറി ഹെക്സേത്ത് ഇറാനിലേക്കുള്ള കരസേനാ നീക്കത്തെക്കുറിച്ച് സൂചന നൽകുന്നുണ്ടെങ്കിലും കാരിച്ച് ദ്വീപ് പിടിച്ചെടുക്കുകയോ തകർക്കുകയോ ചെയ്താൽ ഉണ്ടായേക്കാവുന്ന ആഗോള സാമ്പത്തിക പ്രത്യാഘാതം പെട്ടെന്ന് മറികടക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. എണ്ണവില 3 അക്കം കടന്ന് കുതിച്ചുയരാതിരിക്കാൻ പ്രസിഡന്റ് ട്രംപ് തന്നെ നേരിട്ട് രംഗത്തിറങ്ങി പണികൾ ഏകോപിപ്പിക്കുന്ന കാഴ്ചയും നാം കാണുന്നുണ്ട്. ഇറാനെതിരായ സൈനിക നടപടിയിൽ തന്ത്രപരമായ ഒരു ബാലൻസ് ഗെയിമാണ് ഇപ്പോൾ അമേരിക്ക കളിക്കുന്നത്. ഇറാനെ തകർക്കാൻ ലക്ഷ്യമിടുമ്പോഴും ആഗോള വിപണിയിൽ ഇന്ധനക്ഷാമം രൂക്ഷമാകാതിരിക്കാൻ കാരിച്ച് ദ്വീപിനെ തൊടാതെ സൂക്ഷിക്കുകയാണ് US-ഇസ്രായേൽ സഖ്യം. എന്നാൽ യുദ്ധം നീണ്ടുപോയാൽ ഈ തന്ത്രം എത്രനാൾ ഫലപ്രദമാകുമെന്ന് നാം കണ്ടറിയേണ്ടിയിരിക്കുന്നു.